വീണ്ടും നമുക്ക് മലബാറിലെ ഒരു വാർത്തയിലേക്ക് പോകണം. അതെ, തീർച്ചയായും. അതെ, കോഴിക്കോട് ബാലുശ്ശേരി കോട്ടക്ഷേത്രത്തിലെ സ്വർണ്ണ കവർച്ചയിൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ദേവസ്വം ബോർഡ് മുൻ ഓഫീസർ TP വിനോദനെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമാകും. തെരഞ്ഞെടുപ്പുകൾക്കിടെ TP വിനോദനെതിരെ നടപടി എടുക്കുമെന്നായിരുന്നു LDFന്റെ വാഗ്ദാനം. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നായി 60 പവനോളം സ്വർണം ഇയാൾ കവർന്നുവെന്നാണ് ആരോപണം. വിവരങ്ങളുമായി രമ്യാദാസ് ചേരുന്നു. രമ്യ, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണ കവർച്ചകൾ, ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നിരവധിയാണ്. അതിന് മലബാർ ദേവസ്വമെന്നോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്നോ ഒന്നും വ്യത്യാസമില്ല. പക്ഷേ ഇപ്പോൾ മലബാറിലാണ് ഇത്ര പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് 60 പവനോളം കവർച്ച നടത്തിയെന്ന് ആക്ഷേപം നേരിടുന്ന ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ മടിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽപ്പെട്ട ആളായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ അവർ യാതൊരു നടപടിയും എടുക്കാതെ ഇങ്ങനെ ജനങ്ങളെ, വിശ്വാസികളെ ഒക്കെ കബളിപ്പിക്കുന്നത്. രമ്യദാസ്. തീർച്ചയായും വിനോദ്, അതായത് ഈ TP വിനോദന് ഈ പോലീസിൻ്റെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും ഒത്താശയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ, തദ്ദേശ തെരഞ്ഞെടുപ്പാവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പാവട്ടെ, ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഈ ബാലുശ്ശേരി ഉൾപ്പെടെ പ്രാദേശികമായി വരുന്നൊരു വിഷയം ഈ TP വിനോദനെതിരെ നടപടിയെടുക്കണം എന്ന് തന്നെയായിരുന്നു. ആ സമയത്ത് CPM പറഞ്ഞിരുന്നത്, അതായത് ഭക്തരോടായി പറഞ്ഞിരുന്നത് TP വിനോദനെതിരെ നടപടിയെടുക്കുമെന്നും ഇയാളെ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിനു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഈ TT വിനോദിനെതിരെ എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനമായി ഉയരുന്ന ആരോപണം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇതുവരെ ആയിട്ടും ഇയാളെ പിടികൂടാനോ അല്ലെങ്കിൽ പ്രാഥമികമായി ഒന്ന് ചോദ്യം ചെയ്തതിനോ പോലീസോ തയ്യാറായിട്ടില്ല. കാരണം ഇതിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തല്ല ഇത് വലിയ ചൂടേറിയ ചർച്ചയായിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ പ്രദേശത്താകെ ഇത് വലിയ ചൂടേറിയ ചർച്ച തന്നെയായിരുന്നു. കാരണം ഇദ്ദേഹം വളരെ ഈ ഒരു ആരോപണം ഉയർന്നതിന് ശേഷം ഭക്തരുടെ ഒരു പ്രതിഷേധം ഉണ്ടായതിനു ശേഷമാണ് ഈ ദേവസ്വം ബോർഡ് തന്നെ ഇയാൾക്കെതിരെ ഒരു പരാതി നൽകുന്നത്. ഈ പരാതി നൽകിയിട്ടും പോലീസ് പ്രാഥമികമായ ഒരു കേസന്വേഷണത്തിന് ഇയാളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താനോ അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യാനോ ഒന്നും തയ്യാറായിരുന്നില്ല. തുടർന്ന് ഇദ്ദേഹം പലതവണ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ, പേരാമ്പ്ര കടയങ്ങാടിയിലാണ് ഇദ്ദേഹത്തിൻ്റെ വീടുള്ളത്, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു പോകുന്നുണ്ട് എന്നുള്ളത് പോലീസിലുൾപ്പെടെ ഈ പ്രദേശത്തുള്ള ഭക്തരെല്ലാം പോലീസിനെ അറിയിച്ചതാണ്. എന്നിട്ടും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇയാളെ ഒന്ന് വിളിച്ചു വരുന്നതിന് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായി വരുന്ന ആരോപണം. നിലവിലിപ്പോൾ അതിനാൽ തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം വലിയ ശരി, CPM നേതാവാണ് ഈ TP വിനോദൻ. പലപ്പോഴും പോലീസിന്റെ മൂക്കിൻ തുമ്പത്തുണ്ടായിട്ടും ഇദ്ദേഹത്തെ പിടികൂടാൻ നമ്മുടെ കേരള പോലീസിനായിട്ടില്ല. അതിന് പിന്നിൽ തീർച്ചയായും ചില രാഷ്ട്രീയ ചരടുവലികൾ ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ ജനം TV ആദ്യം മുതൽ തന്നെ പ്രേക്ഷകർക്കായി റിപ്പോർട്ട് ചെയ്യുന്ന വിവരം. ഇപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാകുകയാണ്.